കേരളത്തിന്റെ പൊതുമണ്ഡലം ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. യൂണിഫോം ഇട്ടുകൊണ്ട് നമുക്ക് യോഗ ഇടപെടാൻ കഴിയില്ല. ഒന്ന്, പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഈ മതനിരപേക്ഷത ഉള്ളടക്കമുള്ള സിലബസാണ് കുട്ടികൾ പഠിക്കുന്നത്. മറ്റു സ്ഥലങ്ങളിലെ പോലെയാണോ? എന്തെല്ലാം ചരിത്രവിരുദ്ധമായ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സിലബസുകളിലേക്ക് ഉൾപ്പെടുത്തിയത്? അതുപോലെയാണോ കേരളത്തിലെ സ്റ്റേറ്റ് സിലബസ് നിലനിൽക്കുന്നത്? ഒരിക്കലുമല്ല. വളരെ സൂക്ഷ്മമായിട്ടുള്ള മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു ചോദ്യം കൂടി ഇക്കൂട്ടത്തിൽ ഒരു വിമർശനം ഉയർന്നു വരുന്നത്, കുട്ടികളെ കൂടുതൽ സമയം സ്കൂളിൽ തളച്ചിട്ടാൽ അവരുടെ പഠന രീതി, അവരുടെ ഗുണമേന്മ വർദ്ധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അതിനുള്ള മറുപടി കൂടി 1 മിനിറ്റ് സമയം. എന്നോടാണോ ചോദ്യം? അതെ അതെ. എങ്ങനെ മനസ്സിലായില്ല? അതായത് കുട്ടികളെ കൂടുതൽ സമയം സ്കൂളുകളിൽ തളച്ചിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ഗുണകരമാകും എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയോട് പലരും ചോദിച്ച വിമർശനം. അതിനുള്ള മറുപടി കൂടി. കുട്ടികളെ കൂടുതൽ സമയം തളച്ചിടുന്നില്ലല്ലോ. എവിടെയാണ് തളച്ചിടുന്നത്? ഈ അരമണിക്കൂർ സമയത്തെ കുറിച്ചാണ്. എവിടെയാണ് തളച്ചിടുന്നത്? അരമണിക്കൂറിന്റെ കാര്യമാണ് ഈ പറയുന്നത്. 15 മിനിറ്റിന്റെ കാര്യമാണ് ഈ പറയുന്നത്. 15 എന്നുള്ള അരമണിക്കൂറിന്റെ കാര്യമാണ് ഈ പറയുന്നത്. കുട്ടികളെ ആധുനികമായിട്ടുള്ള മാനസികോല്ലാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സൂംബ ഡാൻസ്. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഒരു അദ്ദേഹം പറഞ്ഞതെന്നാണ്, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ആലോചിക്കുകയും അതിൻ്റെ സംഘടനാപരമായ നേതൃത്വത്തിലിരിക്കുക എന്നാണ് പറയുന്നത്. അത് വൈദേശികമാണെന്ന്. വൈദേശികം എന്നുള്ളതില്ല, ഇപ്പോൾ ദേശീയതയ്ക്കപ്പുറത്തേക്ക്, അത്ര ദേശീയം എന്നപ്പുറത്തേക്ക് ആധുനികമായിട്ടുള്ള ഒരു കോമ്പറ്റ് ചെയ്യുന്ന, ലോകത്തോടാണ് കോമ്പറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പഴയ ബോധത്തിലേക്ക്, പഴയ ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക്, പഴയ ഫ്യൂഡൽ ബോധത്തിലേക്ക്, പഴയ ജാതി ബോധത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമല്ല ആ സ്റ്റേറ്റ് സിലബസ് എന്ന് പറയുന്നത്. ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് കുട്ടിയെ നയിക്കുക, ആധുനിക മനുഷ്യനായി ജീവിപ്പിക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റേറ്റ് സിലബസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം ഇതെന്താണ് ചെയ്യുന്നത്? ചില ശക്തികൾ അതിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയതയും ഇത്തരത്തിലുള്ള സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്ന നിലപാടുമായി വിദ്യാഭ്യാസത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നു. അപ്പോൾ തീർച്ചയായും കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ അതിനെതിരെ പല്ലും നഖവുമായി വലിയ സമരമുന്നണി തീർക്കും. ഇതാണ് സംഭവിക്കുന്നത്. പല്ലും നഖവും എല്ലായിടത്തും അതിനെക്കുറിച്ച് ഞാൻ പറയാം. ജനറൽ യൂണിഫോം എല്ലായിടത്തും കാണുന്നില്ല. സ്കൂൾ സമയം രാവിലെ ആക്കുന്ന നിർദ്ദേശത്തോട് ഈ സർക്കാരിന്റെ പല്ലും നഖവും കണ്ടില്ല. ഇപ്പൊ ഇന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ 1200 മണിക്കൂർ തികയുന്നുണ്ടോ? കൂട്ടി നോക്കൂ. 38 ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. 38 വെള്ളിയാഴ്ച ഒഴിവാക്കി. അവിടെ പല്ലും നഖവും കണ്ടില്ല. 1081 മണിക്കൂറേ ഉള്ളൂ. ഇനിയും ആരെങ്കിലും ഒരു പക്ഷേ 1200 തികഞ്ഞില്ല എന്ന് പറഞ്ഞ് കോടതി പോയാൽ ഇത് ആകെ കൂലങ്കഷമാകും. 38 വെള്ളിയാഴ്ച ഒഴിവാക്കിയതും ഈ പറഞ്ഞ പല്ലും നഖവും എതിർത്തിട്ടൊന്നുമല്ല. വിദ്യാഭ്യാസത്തിൽ മതനിരപേക്ഷത എന്നുള്ളത് ഈ സർക്കാരിന്റെ കേവലം അവകാശവാദം മാത്രമാണ്. അതിനപ്പുറം യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതല്ല. സിലബസിന്റെ അടക്കമുള്ള കാര്യങ്ങളാണ്. സിലബസ് തന്നെ. രാജ്യം തള്ളിക്കളഞ്ഞ സിലബസ് എടുത്ത് കാര്യങ്ങൾ പഠിപ്പിക്കും. പരീക്ഷ പേപ്പർ നോക്കിയ അധ്യാപകർക്ക് പൈസ കൊടുക്കൂ. അതില്ല. LSS USS കുട്ടികൾക്ക് കൊടുക്കൂ. പക്ഷെ ഞങ്ങൾ പാഠഭാഗങ്ങൾ ഒഴിവാക്കിയത് അച്ചടിച്ചു കൊടുക്കും കൊട്ടിഘോഷിച്ച്. അപ്പൊ ഈ തരത്തിൽ ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന ചില സമീപനങ്ങൾ